രാജാവായ ദാവീദ് തൻ്റെ മകനായ സോളമന് കൊടുക്കുന്ന ഉപദേശമാണ്. അവിടെ ദാവീദ് തൻ്റെ മകനോട് പറയുകയാണ്, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വചനമാണ്. ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശാസനങ്ങൾ നിറവേറ്റുക, മോശയുടെ നിയമത്തിൽ എഴുതിയിട്ടുള്ളതുപോലെ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും അനുസരിക്കുകയും ചെയ്യുക. നിന്റെ എല്ലാ പ്രവൃത്തികളും ഉദ്യമങ്ങളും വിജയമണിയും. എന്താണ് അപ്പനായ ദാവീദ് മകനായ സോളമന് കൊടുക്കുന്ന ഉപദേശം? എൻ്റെ മകനെ, നീ കർത്താവിൻ്റെ വചനത്തിൽ ഹൃദയമുറപ്പിക്കണം. കർത്താവിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത്. അവിടുത്തെ പ്രമാണങ്ങളും ചട്ടങ്ങളും നീ വില കൊടുത്ത് അനുസരിക്കണം. നീ ഇപ്രകാരം ദൈവവചനത്തെ അനുസരിച്ചു കഴിഞ്ഞാൽ നിന്റെ പ്രവർത്തനങ്ങളിലും നിന്റെ ഉദ്യമങ്ങളിലും നിനക്ക് വലിയ വിജയമുണ്ടാകുമെന്ന് ദാവീദ് മകനായ സോളമനെ ആശംസിക്കുകയാണ്. വീണ്ടും നമുക്ക് കാണാൻ കഴിയും, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 14-ാം വചനം. ആ വചനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. നിന്റെ പിതാവായ ദാവീദിനെ പോലെ എൻ്റെ നിയമങ്ങളും കൽപ്പനകളും പാലിക്കുകയും എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും ചെയ്താൽ നിനക്ക് ഞാൻ ദീർഘായുസ്സു നൽകും. ദൈവമായ കർത്താവ് സ്വപ്നത്തിൽ സോളമനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്ന വചനഭാഗമാണിത്. നിന്റെ പിതാവായ ദാവീദിനെ പോലെ നീ എൻ്റെ വചനത്തെ അനുസരിച്ചാൽ, നീ എൻ്റെ വഴിയിൽ നടന്നാൽ, എൻ്റെ കൽപ്പനകൾ നീ പാലിച്ചാൽ, ഞാൻ നിനക്ക് ദീർഘായുസ്സു നൽകും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വളർത്തും. തുടർന്നുള്ള വചനങ്ങൾ നിങ്ങൾ വായിക്കണം. ദൈവം കുറെ പ്രോമീസുകൾ കൊടുക്കുകയാണ് സോളമന്. എന്നാൽ എന്ത് സംഭവിച്ചു പ്രിയപ്പെട്ടവരെ? വീണ്ടും രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലോട്ട് വരിക. 9-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. നീയോ നിന്റെ മക്കളോ എന്നെ ഉപേക്ഷിച്ച് എൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതെ അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ഞാൻ നൽകിയിരിക്കുന്ന ദേശത്തു നിന്ന് ഇസ്രായേലിൽ ഞാൻ വിച്ഛേദിക്കും. എനിക്ക് വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ച ഈ ആലയം എൻ്റെ മുൻപിൽ നിന്ന് ഞാൻ നീക്കിക്കളയും. ഇസ്രായേൽ സകല ജനതകളുടെയും ഇടയിൽ പരിഹാസപാത്രവും പഴമൊഴിയുമായി പരിണമിക്കും. ഈ വചനത്തിലൂടെ കർത്താവ് ശക്തമായ താക്കീത് കൊടുക്കുകയാണ്. എൻ്റെ വചനത്തോട് നീ അനുസരണക്കേട് കാണിച്ചാൽ, എൻ്റെ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞു മാറിയാൽ, നീ എൻ്റെ ചട്ടങ്ങളെ ആദരിക്കാതിരുന്നാൽ ഇസ്രായേലിന് വലിയ നാശം സംഭവിക്കും. ഈ ദേവാലയം തന്നെ തകർക്കപ്പെട്ടു പോകും. മറ്റുള്ളവർക്ക് ഇസ്രായേൽ ഒരു പരിഹാസപാത്രമായിട്ട് മാറും. ദൈവം കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തു. ഞാൻ ആത്മാവിൽ പറയട്ടെ, നമുക്ക് വേണ്ട മുന്നറിയിപ്പുകൾ കൃത്യമായി കർത്താവ് നൽകാതെ, അത് വ്യക്തികൾക്കാണെങ്കിലും കുടുംബങ്ങൾക്കാണെങ്കിലും ലോകത്തിനാണെങ്കിലും, ദൈവം പല പ്രാവശ്യം മുന്നറിയിപ്പുകൾ കൊടുത്തു കഴിഞ്ഞിട്ടും അതനുസരിക്കുവാനും തിരുത്തുവാനും തയ്യാറാകാതെ വന്നാൽ മാത്രമാണ് ദൈവത്തിൻ്റെ ചില ന്യായവിധിയുടെ പ്രവർത്തികൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവം ആരെയും തകർക്കുന്നില്ല. നമ്മുടെ നാശം ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവം മുന്നറിയിപ്പ് കൊടുത്തു, നീ വചനങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ, നീ എൻ്റെ പ്രമാണങ്ങൾ ആദരിച്ചില്ലെങ്കിൽ, എൻ്റെ വഴി വിട്ട് നീ മുന്നോട്ട് പോയാൽ വലിയ നാശമായിരിക്കും സോളമ നിനക്കും ഇസ്രായേൽ ജനത്തിനും സംഭവിക്കാൻ പോകുന്നത്.